വയലൻസ് ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പണ്ടേ പുള്ളി പറഞ്ഞിട്ടുള്ളത്. പിന്നെയും പുള്ളിനെ കൊണ്ട് വയലൻസ് ഇറക്കാൻ പോയാ ഇങ്ങനെ ആയിരിക്കും സംഭവം. അപ്പൊ ടോക്സിക്കിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, ഒഫീഷ്യൽ ട്രെയിലർ. ഈ മാസം ഇറങ്ങേണ്ട പടമാണ്. ഈ മാസം എന്തായാലും ഇറങ്ങും. മാർച്ച് ഇറങ്ങേണ്ട പടം അവിടുന്ന് എക്സ്റ്റെൻഡ് ആയി ഓഗസ്റ്റ് വരെ വന്നു. എനിക്ക് എല്ലാ ഭാഷകളിലും ഉണ്ട്, ബട്ട് വി ഗോണ വാച്ച് ഇറ്റ് ഇൻ മലയാളം. ഇത് ഹിന്ദിയിലെ, തമിഴ്, തെലുങ്ക്, കന്നഡ, പിന്നെ മലയാളം. അപ്പൊ പിന്നെ മലയാളത്തിൽ കണ്ടു കളയാം. ടോക്സിക് ട്രെയിലർ വെച്ചോളുക. ഈ ഹെഡ്സെറ്റ് ഒക്കെ ഒന്ന് വോളിയം അവരവരുടെ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു, അല്ലെ ചെവിക്കല്ല് അടിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി മ്യൂസിക് ആയി. രവി ബസൂറ കോപ്പിറൈറ്റ് ഒന്നും അടിക്കാതിരുന്നാൽ മതി. എനിവേ ആഡ് കഴിഞ്ഞു, അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. KVN Productions, Monster Mind Creations, in association with Lionsgate. Oh my god. Lionsgate. അച്ഛന് മോനെ. ഓക്കെ. ഓ, യശിന് ഒരു മോനൊക്കെ ഉണ്ടല്ലോ. ഈടെ അവൻ ആ കൊച്ചിനെ വെടിവെച്ചാ? ഓ ഇല്ല. അവന്റെ ആ ഒരു ഡെവിൽസ് സ്മൈൽ. ഖൈറ അഡ്വാനി. നമ്മുടെ നശിച്ച തലവരെ മായ്ക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ പോവല്ല. അയാൾക്കെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. എന്റെ ആഗ്രഹം നയൻതാര. ഈ സിറ്റി മുഴുവനും നീ ഭരിക്കണം. ഇത് KGF പോലെ. എന്റെ സിറ്റിയിൽ വന്ന് എന്റെ ഫാമിലിയുടെ മേൽ കൈവച്ചല്ലേ. ഖുറേഷി. തന്റെ അവസാന ആഗ്രഹം എന്താ? ഒരുപാടൊന്നുമില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് അച്ചാരം കൊണ്ടൊരു ലൈനിട്ട് ഒന്ന് പറക്കണം എനിക്ക്. നടക്കൂ. റോക്കിംഗ് സ്റ്റാർ യശ്. അയാളുടെ സ്നേഹം തനിക്ക് മാത്രം പെൺകുട്ടിയും കരുതി. എന്നാൽ അയാളുടെ ഹൃദയം അതിരുകളില്ലാത്ത ആകാശം പോലെ സ്വതന്ത്രമായിരുന്നു. റോയൽ സർക്കസ്. ഇത് പണ്ടത്തെ റോയൽ സർക്കസ് ആണ്. എന്നിന് അലങ്കാരമാണ് അഴക്. ആ അഴകിനെ ഇങ്ങനെ ആയുധമാക്കിയ എങ്ങനെ അഴക് എത്രയും മേടിക്കുന്നത്. Who the hell are you? I'm his regular. Who the hell are you? I'm his permanent. Keep your mouth shut! This was supposed to be my fucking fairy tale. Shit man. Shit. I was hoping to have a civilized conversation. Civilized conversation. Do I look civilized to you? This music is so good. Hello, Daddy. Hello, Daddy. Beautiful man. ഇതിന് ഫുൾ ഫേസ് ട്രിം ശരിയാണ്. പക്ഷെ എനിക്ക് ഈ താടി മുടിയുള്ള ലുക്കാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് പഴയ ആ യഷിന്റെ ലുക്ക് പോലെ. ഓഗസ്റ്റ് അപ്പൊ ഉറപ്പാ. ഈ ലൊക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പൊ ഇത് അപ്പൻ, ഇത് മോൻ, രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഓരോ തീരുമാനത്തിനും തക്കതായ വില നീ കൊടുത്തേ പറ്റൂ.
This is so violent, man. Oh, shit. ആ സീൻ അടിപൊളി. അത് പ്ലെയിൻ ക്രാഷ്. ഗീതു മോഹൻദാസ്. Wow, this so good. Toxic. A fairy tale for the. Wow, ഇത് കൊള്ളായിരുന്നു കേട്ടോ. Intoxicating the world. Man, this is so crazy. ഇത് അങ്ങേയറ്റം ടോക്സിക്കിന് ഒരു വയലൻസ് അല്ല പടത്തിന്റെ ടൈറ്റിൽ. ഓ മൈ ഗോഡ്. ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ്. റിട്ടൺ ബൈ യശ് ആൻഡ് ഗീതു മോഹൻദാസ്. ഏത് യശ്? നമ്മുടെ യശണ്ണനാണ്. ഇൻ അസോസിയേഷൻ വിത്ത് ലയൺസ്ഗേറ്റ്. അത് ലയൺസ്ഗേറ്റിന്റെ കൂടെ എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഐമാക്സ്. അപ്പൊ ഐമാക്സിലും ഇത് ഇറങ്ങാൻ പോകുന്നുണ്ട്. വേൾഡ് വൈഡ് 26 ഓഗസ്റ്റ്. അപ്പം ദിസ് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഈ മാസം ഉണ്ട്. ഓ മൈ ഗോഡ്, വയലൻസ് ഇതുണ്ട്. ഒരു ലെഫ്റ്റ് അപ്പന് റൈറ്റ് മോനെ. അപ്പം ദിസ് ഇസ് സോ ക്രേസി മാൻ. വയലൻസ് ആദ്യം നമ്മൾ കണ്ട. അപ്പം സ്റ്റോറി ഇറ്റ്സ് പ്രിഡിക്റ്റബിൾ. ഈ കൈര അഡ്വാനിക്കും യഷിനും ഒരു കുഞ്ഞുണ്ടാവുന്നു. അതാണ് വലുതായിട്ട് യങ് ആയിട്ടുള്ള ട്രിം ഒക്കെ ആയിട്ട് നല്ല ക്ലീൻ ലുക്കായിട്ട് വരുന്ന യശ്. അപ്പൊ യശ് അപ്പനുമായിട്ടുള്ള ഒരു റിവെഞ്ച് ആണ് അത്. ഇത്രയും നാളും ചിലപ്പോ അവന്റെ അമ്മയെ കുറെ അധികം പുള്ളിക്കാരൻ ഇട്ട് ടോർച്ചർ ചെയ്ത് കാണും. അവനും ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമ കാര്യങ്ങളൊക്കെ അവന്റെ മൈൻഡിൽ അത് കിടക്കുന്നുണ്ട്. അങ്ങനെ കിടന്ന് അവനത് വളർന്നു വന്ന് അപ്പന് പണി കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് സിനിമ. സോ അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് ഉമാ ഖുറേഷി ഇതിന്റെ അകത്ത് ഒരു നല്ല നെഗറ്റീവ് ഒരു വൈബായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു വില്ലന്റെ ഒരു പരിപാടി ആയിരിക്കണം ഉമാ ഖുറേഷി. പിന്നെ നയൻതാര എന്തോ പറയുന്നു. ഇനി നയൻതാര ആരായിരിക്കും? ഐ ഡോണ്ട് നോ മാൻ. എവിടോ കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് ദിസ് ഫിലിം ഇസ് ഡെഫിനറ്റ്ലി 18+ന്റെ പ്ലസിലേക്ക് പോവുക. കാരണം പ്രത്യേകിച്ച് പിള്ളേരെ ഈ സിനിമ എനിക്ക് തോന്നുന്നില്ല നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡബിൾ എന്ന് ഞാൻ എനിവേ അവർ എഴുതിയിട്ടുണ്ട്. ഫെയറി ടെയിൽ ഫോർ ദ ഗ്രോൺ അപ്സ്. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാം. പിന്നെ ഗീതു മോഹൻദാസ് ഓൾറെഡി കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു ദിസ് ഇസ് വയലന്റ് പടമാണ് എന്ന് ഓൾറെഡി പറഞ്ഞു. ബട്ട് ഓവറോൾ ഇത്രയും പ്രതീക്ഷയില്ല. നമ്മൾ ഈ ഫൈറ്റ് കാര്യങ്ങളൊക്കെ വെട്ടുകുത്ത് അത്. ഇത് ഭയങ്കര വയലന്റ് രീതിയിലാണ് എല്ലാവരും. എന്തായാലും ഈ സിനിമ കുറെ അധികം കോൺട്രവേഴ്സികൾ നേടാൻ പോകുന്നുണ്ട്. ഇത് ഇനിയിപ്പം സെൻസർ ബോർഡ് ഇത് റിലീസ് എനിക്കറിയില്ല. ഐ മീൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയോ എന്താണ് നോ ഐഡിയ വേണം. അഥവാ കിട്ടിയില്ലെങ്കിൽ എന്തായാലും കുറെ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യും, കുറെ കാര്യങ്ങൾ മ്യൂട്ട് ചെയ്യും. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെയാണ് മ്യൂട്ട് ചെയ്യുന്നത്. അതോ സെൻസർ ബോർഡിന്റെ പരിപാടികൾ ഇനി എന്തായാലും അതും സീനായിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി പിന്നെയും പോസ്റ്റ്പോണ്ട് ആവുന്നു സാധ്യതകളുണ്ട്. പക്ഷെ മലയാളത്തിൽ പ്രത്യേകിച്ച് ആ കുഞ്ഞിന്റെ ആ സ്റ്റാർട്ടിങ്ങിൽ അതും കോൺവെർസേഷനും അതൊക്കെ എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. പിന്നെ BGM ഉള്ളതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നി, സ്പെഷ്യലി ഫോർ ദ മലയാളം ഡബ്. ഇനിയിപ്പോ ഹിന്ദി ഒന്ന് കാണണം, എനിക്ക് തെലുങ്ക് ഒന്ന് കാണണം. എനിവേ ഇതൊക്കെയാണ്. അപ്പൊ ട്രെയിലർ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും പോയി ട്രെയിലർ കാണുക. എനിവേ ലെറ്റ്സ് ഇൻടോക്സിക്കേറ്റ് ദ വേൾഡ് ഓൺ 26th. എന്റെ ബർത്ത്ഡേന് 2 ദിവസം മുന്നെയാണ് പടം ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ഇടുക. നിങ്ങൾ കണ്ടിട്ട് കമന്റ് ഇടണേ. എങ്ങനെ ഇഷ്ടപ്പെട്ടു, ഏത് യശാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് അപ്പനായിട്ടുള്ള നല്ല നീളം മുടി, നീളത്താടി, എനിക്ക് ആ യശാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് അത് കമന്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ.